ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. വിശപ്പകറ്റാനും ദാഹമകറ്റാനുമുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. ഇനി ഒരു 2 സ്പൂൺ റവ എടുക്കണം. ഈ റവയിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാലിൽ നിന്ന് അല്പം ഒഴിച്ച് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഇനി പാൽ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കണം. പാൽ ചൂടായി വരുമ്പോൾ കുതിർത്ത് വച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കൈവിടാതെ ഇളക്കണം കേട്ടോ. എന്നിട്ട് 2 സ്പൂൺ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂട്ട് ഒന്ന് കുറുകാൻ തുടങ്ങുമ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അതില്ലാത്തത്. എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സോ ഫ്രഷ് ഫ്രൂട്ട്സോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബദാമും നട്ട്സുമാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഫ്രഷ് ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഏത്തപ്പഴവും ആപ്പിളുമാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സ്പൂൺ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ 2 സ്പൂൺ കോൺഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം കൂടെ ഇളക്കി കുടിക്കുമ്പോൾ ഈ കൊടും ചൂടത്ത് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റും ഒരു ഉന്മേഷവും തരും കേട്ടോ. ഈ ഡ്രിങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.